ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫീസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല കേരള സ്റ്റൈൽ എഗ് റോസ്റ്റ് ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സൈഡ് ഡിഷാണിത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും പിന്നെ നൈറ്റ് ഡിന്നറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് കാണിക്കാനാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് ടൈം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഗ്രീഡിയൻസ്: സവാള എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, പിന്നെ മല്ലിപ്പൊടി വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് കടുക് വേണം. ഇപ്പം നമ്മുടെ പാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ സവാള ഒന്ന് പെട്ടെന്ന് ഫ്രൈ ആയി വരണമെങ്കിൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആവുമല്ലോ, ആ സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് തക്കാളിയാണ്. അതുകൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരുന്നതിന് നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കാം. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പൊടികളെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഗരം മസാലപ്പൊടി എപ്പോഴും ലാസ്റ്റ് ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനതൊന്ന് സൈഡിൽ വെക്കുകയാണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം അത് 2 മിനിറ്റ് അങ്ങനെ ഇട്ടിരിക്കുക. ആ പൊടിയൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന ഗ്രേവി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടുന്ന 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ചൂടുവെള്ളമാണ് ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയുടെയൊക്കെ മണവും എല്ലാം ഒന്ന് മാറും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങളും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ആ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗരം മസാല കൂടി അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് മുട്ട നിരത്തുക. എഗ് റോസ്റ്റ് ആയതുകൊണ്ട് അധികം ഗ്രേവി വേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവി ഇരിക്കുന്നത് നമ്മൾ ഈ മുട്ടയ്ക്കകത്ത് ആ മസാലയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതും ഒന്ന് വറ്റി വരും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയാവും. അപ്പോൾ ഏകദേശം നമ്മുടെ എഗ് റോസ്റ്റിൻ്റെ ടൈം ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ ഞാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.